5 ദിനപത്രങ്ങളുടെ എല്ലാ എഡിഷനുകളും, അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ എഡിഷൻ ദിനപത്രങ്ങളും നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആയാലും ഐഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും ഇതുപോലെ വായിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ ദിനപത്രം എങ്ങനെയുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള പത്രം നിങ്ങൾക്ക് ഇതുപോലെ ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ഫോൺ ആയാലും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട പ്രാദേശിക വാർത്ത ഇതുപോലെ സൂം ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പത്രം വായിക്കുന്നത് പോലെ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ദിവസേന ഈ 5 ദിനപത്രങ്ങളുടെയും എല്ലാ എഡിഷനുകളും എങ്ങനെ വായിക്കാൻ സാധിക്കുമെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിനായി നിങ്ങളെ സഹായിക്കുന്നത് FTM ക്രിയേഷൻ്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ദിനപത്രമാകുമ്പോൾ എല്ലാ ദിവസവും വായിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്കിനായിട്ട് എപ്പോഴും എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അപ്പോൾ ഇത് ആദ്യ തവണ മാത്രം ലിങ്ക് മതി. പിന്നീട് നിങ്ങൾക്കിത് ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ പറഞ്ഞു തരാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോണിലൂടെ പത്രങ്ങൾ വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യ തവണ പോകാനുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ലാപ്ടോപ്പിലൂടെയും ഐഫോണിലൂടെയുമാണ് ഈ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈറ്റ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ക്രോം ബ്രൗസറിലൂടെയാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ഈ സൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ വലതുഭാഗത്ത് 3 ഡോട്ട്സ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ വരും. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഇതുപോലെ ഈ പത്രം വായിക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഈ പേജ് തന്നെ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ ഈ പേജ് എന്തിനാണ് ഓപ്പൺ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അല്പം സാവധാനത്തിൽ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ 5 ദിനപത്രങ്ങളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇത് ഓൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് പത്രം വായിക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് പത്രം വായിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ലിസ്റ്റിൽ ആദ്യം ദേശാഭിമാനിയാണ്. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ദേശാഭിമാനിയുടെ എല്ലാ എഡിഷൻ പത്രങ്ങളുടെ ഓപ്ഷൻ ഇവിടെ ഓണായി കിട്ടും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് എഡിഷനാണ് വായിക്കാൻ വേണ്ടത് അതും അതത് ദിവസത്തെ പത്രമായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ പരസ്യം വന്നാൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആ പത്രം ഓണായി കിട്ടി. ഇത് നമുക്ക് ഫോക്കസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജൊക്കെ നമുക്ക് ഇതുപോലെ മറിച്ച് നോക്കാൻ പറ്റും. പിന്നെ ഓരോ പത്രങ്ങൾക്കും ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഇനി നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുക എഡിഷൻ മാറ്റണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മറ്റേത് എഡിഷനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തീയതിയിലുള്ള പത്രമാണ് വേണ്ടതെങ്കിലും അതും ഇതിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇത് സൗജന്യമായിട്ട് തന്നെ ദേശാഭിമാനി നമുക്ക് ഇതിനകത്ത് നിന്ന് വായിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനകത്ത് നിന്ന് മംഗളം ദിനപത്രം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ ദേശാഭിമാനി പോലെ തന്നെയാണ്, പക്ഷേ അല്പം മാറ്റമുണ്ടെന്നേ ഉള്ളൂ. എല്ലാ എഡിഷനും ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് എഡിഷനാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ മംഗളം ദിനപത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാർത്ത വായിക്കണമെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ വാർത്ത മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ലഭിക്കും. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഓപ്ഷൻ ഈ മംഗളം ദിനപത്രത്തിലുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എഡിഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇതിനകത്ത് നിന്ന് പേജ് മാറ്റി വായിക്കാനും സൂം ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിനകത്ത് തന്നെ മെട്രോ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ പോലെ ഓരോ എഡിഷൻ നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിൽ അവസാനമായുള്ളത് സുപ്രഭാതം ദിനപത്രമാണ്. സുപ്രഭാതം ദിനപത്രം നമുക്ക് സാധാരണ പോലെ വായിക്കാൻ സാധിക്കില്ല. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസത്തെ പത്രവും എഡിഷൻ അനുസരിച്ച് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതല്ലാതെ തന്നെ പ്രമുഖ പത്രങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം പോലെ പത്രങ്ങൾക്കും ഈ പേപ്പറുകളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്തരം പത്രങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. ഈ 5 പത്രങ്ങളും നമുക്ക് സൗജന്യമായിട്ട് തന്നെ വായിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.